നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രിയ സംഗീത്, ഗൈനക്കോളജിസ്റ്റ് AJ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇന്നൊരു കോമൺ ആയിട്ടുള്ള ടോപ്പിക്കെ കുറിച്ച് സംസാരിക്കാം. നമ്മളുടെ മിക്കവാറും ഇപ്പോൾ പിള്ളേർ അഡോലസെൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേർക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലം എന്തോ പ്രോബ്ലമാണ്, പീരിയഡ്സ് കറക്റ്റ് ആവുന്നില്ല, പീരിയഡ്സ് ആയാൽ ബ്ലീഡിങ് കുറവാണ്, ഇല്ല ഒരുപാട് ദിവസങ്ങൾ ബ്ലീഡിങ് നീണ്ടു നിൽക്കുന്നുണ്ട്, അല്ല ഒരു 2-3 months പീരിയഡ്സ് ആവുന്നേ ഇല്ല, ഗുളിക കഴിച്ചാലേ പീരിയഡ്സ് ആവത്തുള്ളൂ. യെസ്, വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് PCOS, പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം. പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം എങ്ങനെ ഡയഗ്നോസ് ചെയ്യും? നമുക്ക് 3 ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന് അൾട്രാസൗണ്ടിൽ അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. സ്കാൻ ചെയ്യുമ്പോൾ ഓവറീസിൽ എത്ര ഫോളിക്കിൾസ് ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റൂ. പിന്നെ ഉള്ളത് അതിൻ്റെ സ്കിന്നിൻ്റെ ലക്ഷണങ്ങൾ ബോഡിയിൽ, ദറ്റ് ഈസ് പുരുഷ ഹോർമോൺസ്, മെയിൽ ഹോർമോൺസ് കൂടുന്നത് കൊണ്ട് ഉള്ള പിമ്പിൾസും, പിന്നെ ഹെയർ ഗ്രോത്ത്, അപ്പർ ലിപ്പിൽ ചിന്നിൽ അങ്ങനെ ഹെയർ ഗ്രോത്ത് വരുന്നത്, സ്കിൻ ഡാർക്കനിങ്, കഴുത്ത് ഭാഗത്ത് സ്കിൻ ഡാർക്കനിങ് വരുന്നത്, ഇതെല്ലാം ഉള്ള പ്രശ്നങ്ങൾ. പിന്നെ അല്ലാതെ ഉള്ള പ്രശ്നമാണ് ഈ മെൻസ്ട്രുവൽ ഇറെഗുലാരിറ്റീസ്, പീരിയഡ്സിൻ്റെ പ്രശ്നങ്ങൾ. ഇതിൽ ഏതെങ്കിലും 2 പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് PCOS എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ PCOS എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. സോ ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫ്യൂച്ചറിലെയും പിള്ളേർക്ക് വരാൻ പ്രോബ്ലം ഉള്ളതാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഡയറ്റ്, എക്സസൈസ്, പിന്നെ ട്രീറ്റ്മെൻറ്റ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഇത് 3 ഒരുമിച്ച് ചെയ്താലേ ഇഫക്റ്റ് കിട്ടത്തുള്ളൂ. ഡയറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ പണ്ട് നമ്മളെല്ലാവരും വീട്ടിലുള്ള ഉണ്ടാക്കുന്ന ഫുഡാണ് കഴിക്കുമായിരുന്നു. ബട്ട് ഇപ്പോൾ പുറത്തുള്ള ഫുഡാണ് കൂടുതൽ കഴിക്കുന്നുണ്ട്. പിന്നെ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് അത് കൂടുതൽ കഴിക്കുന്നുണ്ട്. കേക്ക്സ്, ചോക്ലേറ്റ്സ്, ബേക്കറി ഐറ്റംസ്, ഇതെല്ലാം ഒരുപാട് കൂടുതൽ എല്ലാവരുമാണ് അങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിക്കുന്ന സമയത്ത് നമുക്ക് ശരീരത്തിലെ ഹോർമോണിൻ്റെ ഇംബാലൻസ് വരാനുള്ള റിസ്ക് കൂടുന്നുണ്ട്. ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുന്നത് കുറയ്ക്കണം. പിന്നെ എക്സസൈസ്, മുൻപുള്ള കാലഘട്ടത്തിൽ നമുക്കിങ്ങനെ മൊബൈലും TV-യും അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് കുറവായിരുന്നു. അതുകൊണ്ട് പിള്ളേരും അഡൽട്ട്സും എല്ലാവരും പുറത്തിറങ്ങി ഏതെങ്കിലും കുറച്ച് പ്ലേ ചെയ്യുന്നത് അങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ, അതെല്ലാം കുറഞ്ഞു. അതുകൊണ്ട് എക്സസൈസ് ഒട്ടുമില്ല. വി ഹാവ് ടു ഹാവ് സം കൈൻഡ് ഓഫ് ഫിസിക്കൽ എക്സസൈസ്. മിനിമം ഒരു ½ an hour ഡെയിലി ഏതെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുവാണെങ്കിൽ, ദറ്റ് ഈസ് കാർഡിയോ വാസ്കുലർ എക്സസൈസ്. വീട്ടിൻ്റെ ജോലി അല്ലാതെ എക്സസൈസ് ആയിട്ട് ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ നല്ല ഇഫക്റ്റ് കിട്ടുന്നുണ്ട്. PCOSൻ്റെ ചേഞ്ചസ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി. പിന്നെ വെയിറ്റ് ഗെയിൻ കുറയ്ക്കണം. ഒരു 5-10% ഓഫ് ബോഡി വെയ്റ്റ് കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് ഈ PCODൻ്റെ സിംറ്റംസ് എല്ലാം നല്ല രീതിക്ക് നമുക്കത് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡയറ്റ്, എക്സസൈസ് ആൻഡ് ലാസ്റ്റ്ലി ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ആർക്കാണ് നമ്മൾ പറയുന്നത്? ഇപ്പോൾ ഒരുപാട് ഇറെഗുലർ പീരിയഡ്സേ പേഷ്യൻസിന് വരുന്നില്ല, ഗേൾസിന് വരുന്നില്ല, 2-3 months കൂടുമ്പോഴാണ് പീരിയഡ്സ് ആവുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഹോർമോണിൻ്റെ എസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു 3 months അങ്ങനെ അടുപ്പിച്ച് കഴിക്കാൻ പറയും. അതിനോടൊപ്പം തന്നെ എക്സസൈസ്, ഡയറ്റ് ദേ ഹാവ് ടു ഡു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മെൻസ്ട്രുവൽ സൈക്കിൾ ഇറെഗുലാരിറ്റി കുറയും, ശരിയായിക്കോളും. ഓക്കെ. പിന്നെ ഉള്ളത് PCOSൻ്റെ ഒരു പ്രോബ്ലം പ്രഗ്നൻസി ആവാൻ ഇൻഫെർട്ടിലിറ്റീൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലമും ഇങ്ങനെ എക്സസൈസ്, ഡയറ്റ്, പീരിയഡ്സ് കറക്റ്റ് ആക്കുമ്പോൾ ചിലർക്ക് കറക്റ്റ് ആവും. ആയില്ലെങ്കിൽ പിന്നെ നമുക്ക് മുട്ട ഫോം ആവാനുള്ള മെഡിസിൻസ് അങ്ങനെ കഴിക്കേണ്ടി വരും. എന്നാൽ മെയിൻ പ്രോബ്ലം ഇൻ PCOS ഓവുലേഷൻ നടക്കത്തില്ല, അണ്ടോൽപാദനം നടക്കത്തില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നമാണ്. എല്ലാ നമ്മളുടെ സിംറ്റംസിന് റീസണും അത് തന്നെയാണ്. അപ്പോൾ അത് കറക്റ്റാക്കാനുള്ള നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളത് ഈ PCOSൽ ഇത് പ്രസൻറ്റിലുള്ള പ്രോബ്ലംസ്. ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്? PCOS എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അപ്പോൾ അത് ഫ്യൂച്ചറിൽ പേഷ്യൻസിന് BP വരാൻ ചാൻസ് ഉണ്ട്, ഷുഗർ, ഡയബറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്, ഈവൻ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ചിലർക്ക് സിവിയർ PCOS ഉണ്ടെങ്കിൽ നമുക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ, ദറ്റ് ഈസ് ഗർഭാശയ
തിക്നെസ് കൂടിയിട്ട് ക്യാൻസർ വരാനുള്ള റിസ്ക്കും കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് PCOS എളുപ്പമായിട്ട് ട്രീറ്റ് ചെയ്യാനുള്ളതാണ്. ദറ്റ് ഈസ് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കുറച്ച് മോഡിഫൈ ചെയ്യണം, കുറച്ചുകൂടെ ഫിസിക്കൽ ആക്ടിവിറ്റി വേണം, എക്സസൈസ് വേണം, ഡയറ്റ് ശ്രദ്ധിക്കണം. ഡയറ്റിൽ ഇങ്ങനത്തെ ഒരുപാട് ഹൈ കാലറി ഡയറ്റ് കുറച്ചിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇങ്ങനത്തത് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ദറ്റ് ഈസ് മാക്സിമം ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഇതിൽ തന്നെ ശരിയാക്കാൻ പറ്റുന്നതാണ്.